ഇങ്ങനെ ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാനാണ്. കാരണം തിരിച്ചും മറിച്ചും കുഴച്ചൊന്നും ഇടരുത്, കാരണം ചിക്കൻ ഉടഞ്ഞു പോകും. ഇപ്പോൾ വെച്ചാൽ ചിക്കനിൽ കാണുന്ന ചാറില്ലേ, ചാറ് അടിയിലോട്ട് ഇറങ്ങും. അപ്പോൾ വെച്ചാൽ ചിക്കൻ മുകളിലേക്ക് പൊങ്ങുന്നത്. ഇങ്ങനെയാണ് ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തേങ്ങ കൊത്തൊക്കെ ഇട്ട ചിക്കൻ പെരട്ടാണ്. ഇതിൽ സവാള ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് വെന്തരാണ്. നല്ല മണമാണ്, സൂപ്പർ മണമാണ് ഇപ്പോൾ ഉള്ളത്. ഈ മണം മാത്രം മതി ഒരു ഓയിലില്ല ചോറിന്. ഇതിനകത്ത് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോർമലി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴുള്ള സാധനം തന്നെയാണ്. അതായത് ചിക്കൻ്റെ ചെറുതായി നോക്കിയ കഷ്ണങ്ങളും ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ തക്കാളിയും കറിവേപ്പിലയുമാണ് എക്സ്ട്രാ വന്നിട്ട് കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് സവാളയും ചെറിയുള്ളിയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടില്ല. കറുകപ്പട്ടയും കുറച്ച് പെരുംജീരകവും, അതുപോലെ തന്നെ 1-2 ഗ്രാമ്പു, ഒരു ഏലക്ക, അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെയാണ് ഇതിൽ വീട്ടിച്ചിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ ഈ ചാറകൾ വറ്റി എന്നിട്ട് അത് സൂപ്പർ ചിക്കൻ പരട്ടായിട്ട് വരും. ഓക്കെ, നമുക്കത് നോക്കിക്കൊണ്ടിരിക്കാൻ മെയിൻ എന്താവും നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കഴുകിയിട്ടേ നന്നായിട്ടൊന്നും പിഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള കഴുകിയിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളമാണ് ഇറങ്ങി വരുന്നത് കാണുന്നത്. നന്നായിട്ട് വറ്റി കഴിയുമ്പോൾ ഈ ചിക്കനിലോട്ട് ഈ പരട്ടങ്ങോട്ട് പിടിച്ച മസാല സൂപ്പർ പിടിക്കും. അപ്പോൾ അത് എരിവൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർത്തോട്ടാം. കാരണം ഞങ്ങൾ അധികം എരിവ് കൂട്ടാത്ത ആൾക്കാരായ കാരണം കുറച്ച് എരിവ് ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എരിവും ഉപ്പൊക്കെ പാകത്തിന് ചേർക്കാം. ഇതിങ്ങനെ കിടന്ന് നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ചിരിക്കുകയാണ്. അപ്പോൾ അടച്ചു വെച്ചാൽ മൊത്തം ഉടഞ്ഞു പോകും. ഞാൻ അടച്ചു വെക്കാണ്ട് ഇങ്ങനെ വയ്ക്കണം ഫുള്ള്. ഓക്കെ, ഇതിൻ്റെ ആദ്യം ചിക്കൻ കഴുകുന്നതും മറ്റേ മസാല വരയ്ക്കുന്നതൊക്കെ വീഡിയോ ഇടാണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരുന്നല്ലോ. നമ്മളിത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ അത് ഒന്നുകൂടെ ഒന്ന് അടിയിലോട്ട് ഇങ്ങനെ ഇളക്കുന്നത് ആ ചാറങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഇങ്ങനെ ഇളക്കുന്നത്. അപ്പോൾ ചാറങ്ങ് അടിയിലോട്ട് പോകും. സൈഡ് പിടിച്ചിട്ട് ഇളക്കാനാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ചട്ടി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വൃത്തിയായിട്ടിങ്ങനെ നോക്കി കൊടുത്താൽ നമ്മുടെ ഒറ്റ ഇന്നത്തെ പ്രധാന പാചകക്കാരനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പാചകക്കാരന് മുഖം കാണിക്കാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഈ കയ്യിലെ വാളയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവാൻ കാര്യമുണ്ട്. ജസ്റ്റ് നോക്കിക്കോ. നിങ്ങൾ വേറെ പല വീഡിയോസിലും ഈ കൈ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, കൈ കണ്ടിട്ട് ആളെ മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ, ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും അങ്ങോട്ട് വറ്റി തുടങ്ങി കേട്ടോ. കണ്ട നല്ല രസകരമായിട്ട് ചിക്കൻ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഈ ചാറ് മൊത്തം പറ്റിയിട്ട് ഇതിൻ്റെ പെരളനായി മാറും. അതായത് ഈ ചാറ് ഈ ചിക്കൻ്റെ മുകളിൽ മൊത്തം പുരണ്ടിട്ട് അതാണ് നമ്മുടെ ചിക്കൻ പെരട്ട്. അതല്ലേ, ആ ഗ്രേവിയിൽ കിടന്ന് ഈ ചിക്കൻ അങ്ങ് വെന്ത് സെറ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം ചിക്കൻ നന്നായിട്ട് കുത്തി കൊടുക്കാൻ പാടുള്ളൂ, മറച്ചിട്ട് ഇളക്കരുത്. ഓക്കെ, ഇന്നും കൂടി നമുക്ക് ഒന്ന് ആ ചാറങ്ങോട്ട് കുത്തി കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിക്കൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ചട്ടി എടുക്കാൻ പാടുള്ളൂ. ചെറിയ ചട്ടി എടുത്താൽ ഒരിക്കലും ഇത് വർക്കൗട്ട് ആവില്ല. എല്ലാം വളരെ ടോപ്പായി പോകും. കാരണം ഈ ചട്ടിയുടെ കട്ടി ഇങ്ങനെ ഉണ്ടാവും. നല്ല കട്ടിയുള്ള ചട്ടി വേണം നമ്മൾ ഇങ്ങനത്തെ പാചകത്തിന് ഉപയോഗിക്കാം. ഈ വറ്റിക്കുന്ന ചിക്കൻ ഉണ്ടാക്കും കേട്ടോ. എല്ലാവരുടെയും കൂടി പറയണേ. അപ്പോൾ അല്ലാതെ നിങ്ങൾ സാധാരണ ഒരു പാത്രത്തിൽ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പാചകം ഫ്ലോപ്പായി പോകും, ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നത്. ഇത്ര നേരം നമ്മൾ ജസ്റ്റ് കുത്തി കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. കണ്ടാ, ഇപ്പോൾ എനിക്കിപ്പോൾ വന്നിട്ട് വായിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
നല്ല മണമാണ് ഇതിൽ വരുന്നത്. സൂപ്പർ മണം. എന്താ ടേസ്റ്റ്. ഈ കഷ്ണം ഞാൻ കഴിച്ചിട്ട് അതിന് മുമ്പ് തന്നെ എനിക്ക് അത്രയ്ക്കും ടേസ്റ്റ്. ഞാനൊന്ന് ഈ ചാറൊന്ന് തൊട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ സൂപ്പർ. ഈ പൊളിയാണ്, രക്ഷയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. കാരണം സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചിക്കൻ റെസിപ്പി മതി. ഈ അണക്ക് കഴിയുമ്പോഴില്ലേ കടിയിലേക്ക് അതിന് നമ്മുടെ ഇതിൻ്റെ ഇപ്പം ചാറ് മൊത്തം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം വെച്ചാൽ നമ്മളിതിൻ്റെ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ടുള്ള ഒരു ഇളക്കലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മുടെ ചിക്കൻ്റെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് നല്ല ചിക്കൻ പരത്തായിട്ട് ഈ കാണാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. മനസ്സിലായില്ലേ? നല്ല രസമുണ്ടാകും. നിങ്ങൾ എരിവൊക്കെ പാകത്തിലിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപ്പും ഒക്കെ നല്ല കറക്റ്റായിട്ട് ഇട്ടേക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളാരെങ്കിലും ഇപ്പോൾ ഇവിടെ ലൈവായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ ഓരോ കഷ്ണം എടുത്ത് തരായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഇത് അത്രയ്ക്ക് സൂപ്പർ രുചിയാണ്.